സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എന്റെ വീട്ടുകാര്, കരീഷ്മ, അതുപോലെ എനിക്ക്. എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയുടെ കുറെ വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ചിരി ചത്ത് കേട്ടോ. ഇവളിപ്പോ വരെ ഒരു കോമഡി പീസ്, ഒരു കോമാളി പീസ് ആ ഒരു സെറ്റപ്പിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വീഡിയോ താല്പര്യമില്ലാത്തവർ കാണണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാവരും ഇരുന്ന് കാണുക. നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ അല്ലേ, എല്ലാവരും ഇരുന്ന് കണ്ടിട്ടൊക്കെ പോയാൽ മതി. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യടേ. എത്രയോ പേര് അല്ലാണ്ടിരുന്ന് കാണുന്നുണ്ട്. അത് ശരിയല്ല കേട്ടോ. നിങ്ങൾ വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. ഒരു 2,20,000 സബ്സ്ക്രൈബർ അടുപ്പിച്ച് താഴെ നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗുമ്മുണ്ട്. ഇപ്പൊ 19,000 നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2,20,000 എത്താം. ഓക്കെ, അതിരിക്കട്ടെ. നമ്മുടെ വിഷയം രേണുസുധിയാണ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ആയിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്? അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. നമുക്ക് അടിപൊളിയായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈഫിൽ മുന്നോട്ടായിട്ട് നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. എന്തിനാണ് ഈ മോട്ടിവേഷൻ തരുന്നതെന്നല്ലേ? ചുമ്മാ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. എന്നും വന്നിരുന്നിട്ട് കൊണ പറയുമ്പോൾ ഇടയ്ക്കൊരു മോട്ടിവേഷൻ നല്ലതാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു സംഭവം കൊടുക്കാം. വേറൊന്നുമല്ല, ഇവളുടെ മറ്റേ മെമ്പർഷിപ്പാണ്. 180 മന്തിൽ 2,533 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ എല്ലാം കൂടി എടുത്തു വെച്ച് ഗുണിച്ചു നോക്കിയപ്പം 4,55,940 രേണു ആരായിപ്പോ? മാസം 4.5 ലക്ഷം രൂപ സാലറി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വാങ്ങുന്ന ഒരു മെമ്പർഷിപ്പ് പോളിയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അസൂയാണ്, എല്ലാവർക്കും അസൂയാണ് അല്ലേ? പിന്നെ അസൂയപ്പെടാൻ പറ്റിയ സാധനം. ചില അപമാനങ്ങളും നാണക്കേടുകളും നാരത്തനങ്ങളും മറയ്ക്കാൻ നാണം കെട്ട പൈസ കൊണ്ട് ഉപകാരപ്പെടും. ഇല്ലെന്നൊന്നും പറയുന്നില്ല. രേണു, നീ അടിപൊളിയായിട്ട് പോടേ. നമ്മൾ ആരും കുറ്റമൊന്നും പറയുന്നില്ല. നീ അടിപൊളിയായിട്ട് മെമ്പർഷിപ്പിൽ അപരാധ വീഡിയോകളൊക്കെ തന്നെ കാണിച്ചു. ഒരു കുഴപ്പമില്ല, ഓൾ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ കുറച്ച് രേണുവിന്റെ ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ല, മറ്റേ ഓൺലൈൻ മീഡിയാസിൽ വന്നിട്ടുള്ള കുറച്ച് ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്ത് ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചു. എന്ത് സാധനം ഇത്? ഈ അലിൻ ജോസ് പെരേര ആ ഒരു സാധനല്ലേ, ആ ഒരു സാധനമാണ്, ആ ഒരു ട്രാക്കാണ്. പക്ഷെ ഇതെന്താ ഇങ്ങനെ ആയതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും കുറച്ച് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അരിവേന്ന് തുടങ്ങാം. ചേർത്ത് പിടിച്ചവർക്ക് നന്ദി പ്രകടനവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. കാണാം. ഓക്കെ, അതായത് നന്ദി പ്രകടനം നടത്തിക്കൊണ്ടാണ് വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളത്. എന്നെ ചേർത്ത് പിടിച്ചവർക്കെല്ലാം നന്ദി. എന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് പേരൊന്നും കണ്ടില്ല കേട്ടോ. അലിൻ ജോസ് പെരേര, പിന്നെ മറ്റേ അഭിലാഷ് കരഞ്ഞുകൊണ്ട് ഒരുത്തായി. ഇതുപോലെ കുറച്ച് വധൂരികൾ വന്നിട്ട്, കുറച്ച് വിവരമില്ലാത്തതും കുറച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങൾ വന്നിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഒരൊറ്റ മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി പറയാമല്ലോ. ഓ, കരിഷ്മ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന സൂര്യനാരായണ വർമ്മയാണ് നമ്മുടെ രണാസുന. ഒരു രക്ഷയില്ല രണാസുന. ചുമ്മാ അല്ല നിന്നെ രണാസുന എന്ന് വിളിക്കുന്ന. എന്തായാലും കുറെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ വേണ്ട, രേഷ്മ തങ്കച്ച എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ രേഷ്മ പറ. രേഷ്മ വ്ളോഗേഴ്സിന്റെ നെഞ്ചത്തിന് എന്ത് വന്നാലും എല്ലാം വ്ളോഗേഴ്സിന്റെ നെഞ്ചത്ത്. സ്വർണം കടത്താനാണോ പോകുന്നത്? അതായത് ദുബായിലോട്ടൊക്കെ പോകുന്ന സ്വർണം കടത്താനാണെന്ന്. അതിനുള്ള ബുദ്ധിയും വിവരം ബോധം ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കുറച്ചൊക്കെ ഒരു ബുദ്ധിയും വിവരം ബോധമൊക്കെ വേണം. കുരുട്ട് ബുദ്ധിയാലും വേണം കടത്തിക്കൊണ്ടൊക്കെ വരാനുള്ള. അതിനുള്ള വിവരം ബോധമൊന്നും ഇതിനില്ല. എന്തായാലും അത്രയ്ക്കുള്ള ഗട്ട്സും അത്രയ്ക്കുള്ള വിവരവും ഇതിനില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. അതെ, എയർപോർട്ടിന്റെ അകത്തിരിക്കുന്നവർക്കൊക്കെ ബുദ്ധിയുണ്ട്. പക്ഷെ സ്വർണം കടത്താനുള്ള ബുദ്ധി എനിക്കില്ലല്ലോ എന്നാണ് രണാസുന പറയുന്നത്. നീ പ്രമാണമൊക്കെ കൊണ്ടാവുന്നു എന്തിനാ? ദുബായിൽ പോയിട്ട് ഇവിടത്തെ വസ്തു വിൽക്കാനാ? അതിന് നിന്റെ പേരിൽ വസ്തു ഇല്ലല്ലോ. എന്താണ്? നമുക്ക് 2 ലോട്ടറി ഇടുന്നല്ല. പഴയതാട്ടോ, അടിച്ചില്ല. അവിടെ തേഞ്ഞ് ഭാഗ്യമില്ല എനിക്ക്. അതായത് തെറുത്താത്തയാണ്. ഇവര് തമ്മിലാണ് ഇപ്പൊ ഫൈറ്റ് കിടക്കുന്നത്. നമ്മൾ പുറത്തിരുന്ന് കണ്ടാൽ മതി കേട്ടോ. ഞാൻ കുറെ ക്ലിപ്സ് കണ്ടോണ്ട് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. കുറെ പേരൊക്കെ കുറെയൊക്കെ അയച്ചു തരുന്നുണ്ട്. അതിൽ കുറെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. എവിടെയാണ് നീ? ആണോ? ഈ സെലിബ്രിറ്റി ആരാണ്? അലിൻ ജോസ് പെരേരാണോ ആറാട്ടനാണോ? ഓ, അഭിലാഷ് ആയിരിക്കും. അവനാണ് അത്രയും കരഞ്ഞ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും മറ്റേ വാലന്റൈൻസ് ഡേക്ക് പൂ തന്നെന്ന് പറഞ്ഞത്. അവനെ അതൊക്കെ പറ്റത്തുള്ളൂ തരാനായിട്ട്. അല്ലാണ്ട് ഏതെങ്കിലും മനുഷ്യന്മാരെനിക്ക് പൂ തരൂ? പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്നതിന് കോപ്പ് തരും. പോടി ചുമ്മാരും തള്ളാതെ.
ഒരുവിധം ആൾക്കാരൊക്കെ അറിയുന്നതാണ്. അലി ജോസ് പെരേരുണ്ട്, മറ്റേ അഭിലാഷ് ഉണ്ട്, ആറാട്ടനുണ്ട്, പിന്നെ ദാസപ്പനുണ്ട്, പ്രതീഷ് ഉണ്ട്, ഇങ്ങനെ കുറെ മൊണ്ണകളൊക്കെ ഉണ്ടല്ലോ. ഇതിലാരെങ്കിലും ആയിരിക്കും, അല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ നിനക്കൊണ്ട് പോവരൂ? അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ചോദിക്കും ലുക്ക് വയസിലാണോ? ഒരിക്കലും അല്ല, ലുക്ക് വയസിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത്രയും വിവരമില്ലാത്ത ബോധമില്ലാത്ത ഇത്രയും പൊക്കണം കെട്ട സാധനത്തിനേക്ക് ആരെങ്കിലും കൂടെ നിർത്തും? ആരെങ്കിലും പ്രപ്പോസ് ചെയ്യൂ? ചിന്തിക്ക്. തങ്കം ചേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴിയോട്. അച്ചടാ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോ പൂ ഒന്ന് നീട്ടി തന്നു. അയ്യോ കഷ്ടം. അതിരിക്കട്ടെ, ആരോ ഓൺലൈനിൽ അയച്ചു കൊടുത്ത പൂവാണ് കേട്ടാ. പൂക്കാലം ചോദിച്ചപ്പോ പൂച്ചണ്ടി ചോദിച്ചപ്പോ പൂക്കാലം തന്നെന്ന് പറയുന്ന പോലെ. ഇന്നലെ റോട്ടിൽ കൂടിയൊക്കെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു, മറ്റേ തുണി എടുത്ത് മൂടിക്കൊണ്ട്. ആരടാ ഇത്? അച്ചടാ പുതിയ ചെരുപ്പല്ല, അതെ ഇമ്പോർട്ടന്റ് ആണോ? ഈ ഇമ്പോർട്ടന്റിന്റെ അർത്ഥം അറിയാമോ? അവള് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞപ്പോ ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നന്നായി. കളിയാക്കുന്നല്ല കേട്ടാ, ആക്ഷേപിച്ചതാ, വേറൊന്നുമില്ല. 35,000 രൂപ ചെരുപ്പ് നിനക്ക്? കാണും 4,50,000 രൂപ മാസം കിട്ടിയല്ലേ, അതുകൊണ്ട് കുറച്ച് സെലിബ്രിറ്റി ആവുന്നതിൽ തെറ്റൊന്നുമില്ല. നീ കണ്ടിന്യൂ ചെയ്യടി. അടിപൊളി. എന്നടാ പണി വെച്ചിരിക്കെ, സബ്സ്ക്രിപ്ഷന്റെ പൈസ വരുമ്പോ അനാഥാലയത്തിൽ കൊണ്ട് പോകുന്നു. എടാ ഇമാതിരി അപരാധം കാണിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നീ വലിയ നന്മ വരാവൂടെ? ഇത് സംഭവം നിങ്ങൾക്ക് ട്രാക്ക് കൂടി കിട്ടിയാ. അതായത് ഇപ്പോ ഈ പറയുന്ന പോലെ ഇത്രയും നല്ല എമൗണ്ട് വരുന്നു, അപരാധ വീഡിയോകൾ ഇട്ടിട്ട് നല്ല എമൗണ്ട് വരുന്നു. ഇതിൽ നിന്ന് എടുത്ത് കുറച്ച് അനാഥാലയത്തിന് സഹായിക്കുമ്പോൾ ആൾക്കാർ ഇവളെ സപ്പോർട്ട് ചെയ്യും. ഏത് അവളിങ്ങനെ അപരാധിച്ചാൽ എന്ത്, അവൾ അനാഥാലയത്തിലേക്ക് ആ പൈസ കൊടുത്തില്ലേ? എടാ അങ്ങനെ മണ്ടന്മാരെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരു പ്രാവശ്യം അവളിങ്ങനെ കൊടുത്ത് ആ ഒരു സഹതാപം പിടിച്ച് പറ്റിയിട്ട് അവൾ അടുത്ത പ്രാവശ്യം വരെ അവൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോ അവൾ ഉപയോഗിക്കാതിരിക്കുക വോട്ടവർ, അവൾക്ക് പൈസ കിട്ടുന്നതല്ല നമ്മുടെ ഇവിടുത്തെ മാറ്റർ. ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിച്ച് ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു മെസ്സേജ് അല്ല. ഇതിപ്പോ കുറെ പേര് ചിന്തിക്കുമോ അവർക്ക് അങ്ങനെ കിട്ടിയാലും പൈസ കൊണ്ട് അനാഥാലയത്തിൽ കൊടുത്തല്ലോ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളാണ്, നിങ്ങളെ വിഡ്ഢികളാക്കി എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർ കാണും. ഇനിയിപ്പോ നേരെ ഇവളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന കുറെ ആളെ ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഏത് അത് അവർക്ക് നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർക്ക് ഡൊണേറ്റ് ചെയ്യും. അവർക്കുള്ള അത് അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതല്ലാണ്ട് എന്നാ നന്മമരോടാ. ഇനിയിപ്പോ കുറെ എണ്ണം പറയും, നീയൊക്കെ എന്തിനാണ് അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അവള് കിട്ടുന്ന പൈസ കൊണ്ടാ അനാഥാലയത്തെങ്കിലും കൊടുക്കുന്നുണ്ട്, നീയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഇല്ലെന്നൊന്നും പറഞ്ഞില്ല, എല്ലാവരും ഇല്ല, കുറെ ഓരോ ഇല്ലാത്ത. കാരണം ഇതിനെയൊക്കെ പറ്റിയിട്ട് ചിന്തിക്കത്തില്ല. ചില ആൾക്കാർ എന്ത് തന്തയില്ലായ്മ കാണിച്ചിട്ടും ഈ കുറച്ച് ചാരിറ്റി അങ്ങോട്ട് നടത്തും, അപ്പോഴങ്ങോട്ടങ്ങ് വെളുക്കും. അതായത് ചാരിറ്റി എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല തന്തയില്ലായ്മകളും അതിൻ്റെ അടിയിൽ അങ്ങ് മുങ്ങിപ്പോവും. അപ്പോഴോ അവൻ സഹായിച്ചില്ലേ എന്നുള്ളൊരു സാധനം വരും. അങ്ങനെ വരുമ്പോൾ അത് നല്ലൊരു ഇതായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ഏത് അവൾ അങ്ങനെയെങ്കിൽ ആണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും അവള് കണ്ടില്ലേ ചാരിറ്റി ഒക്കെ ചെയ്യുന്നില്ല, ആൾക്കാരെയൊക്കെ സഹായിക്കുന്നില്ല, പാവങ്ങളെയൊക്കെ സഹായിക്കുന്നില്ല എന്നൊരു തോട്ട് വരും. ഇനി ഇവളിത് വായ്ത്താളം മാത്രം പറഞ്ഞതാണെന്നും അറിയില്ല, വാ കൊണ്ട് ചുമ്മാ നാക്ക് കിടക്കണമെന്ന് എന്തെങ്കിലും പറയുകയും ചെയ്യും. എന്നിട്ട് കാര്യത്തോടെ അടുക്കുമ്പോൾ ചിലപ്പം തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഓക്കെ, ഇവൾ സഹായിക്കുന്നതോ സഹായിക്കാത്തോ അല്ല മാറ്റർ. പക്ഷെ ഇവളിപ്പോൾ വന്നിട്ടുള്ള നെഗറ്റീവും കിച്ചു ഈ പറഞ്ഞ് ഇവളെ അടിച്ചേറി കയറ്റിയതിന്റെ എല്ലാം ഒരു തിരിച്ചടി, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു 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 ഇവർക്ക് ഉള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് ഇനി ചാരിറ്റി, ഇനി അവിടെ പോയിട്ട് ചാരിറ്റി ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ കിടന്ന് കുറെ പട്ടി ഷോയും കാണിക്കുമ്പോൾ വീണ്ടും ഇവളങ്ങോട്ട് വെളുക്കും. അതിനുള്ള പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മിക്ക തന്തയില്ലായ്മകളും കാണിച്ചിട്ട് പലരും ചാരിറ്റി ചെയ്തിട്ട് വെളുപ്പിക്കാറുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഇത് നടക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തു. കുറച്ച് പൈസ അവരുടെ കൊടുത്തിട്ട് പറയും ഇത് അവർക്ക് ഫുഡ് തീർച്ചയായിട്ടും സബ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് മൊത്തം ഡ്രസ്സാണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും കോസ്റ്റ്ലി. അതെ, തീർച്ചയായും. തീർച്ചയായും പെൺകുട്ടികളുടെ എന്നല്ല, ഒരു
ഒരു മനുഷ്യന്റെ ഒരു പേഴ്സന്റെ വൃത്തി അവരുടെ ഫുൾ ബോഡി നീറ്റ് നമ്മുടെ കാല് നോക്കി അറിയാവുന്നതാണ്. ഇതൊക്കെ എന്ന് പോലെ രേണു ഒന്നും പറയല്ല. ഓക്കെ, തീരെ അങ്ങോട്ട് ഓവറായിട്ട് ഞാൻ വലിച്ചേറി കളിയാക്കുന്നുമില്ല. അത് ആ ഒരു സെൻസിൽ അങ്ങ് പോട്ടെ. എന്റെ കാലം അത്രയും നോക്കണ്ട. കാരണം ഇവിടെ ഈ മറ്റേ കാലാവസ്ഥയുടെ ഇത് കണ്ടോ, അങ്ങനെ ഒരു മൂടൊന്നും ഇല്ല. എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ലത്. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. എല്ലാ ദിവസവും ഞാൻ വെള്ളം അടിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ അടിക്കും. ഞാൻ മൈൻഡ് ഓക്കെ ആവുമ്പോൾ അടിക്കും. ഇതെന്തുവാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഒരു സമയത്ത് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു സമയത്ത് നീ കുറെ കാട്ടിക്കൂട്ടി കിച്ചുവിന്റെ ലൈഫ് നീ സ്പോയിൽ ചെയ്തു. ഇപ്പൊ വന്നിട്ട് ബാക്കിയുള്ള കുട്ടികളുടെ ലൈഫും കൂടി, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ അടക്കം നീ ബാഡ് മെസ്സേജ് കൊടുത്തുകൊണ്ട് അടുത്ത് വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടായിരിക്കുമോ? നീ ഇത് വാടച്ച് പിടിക്കുമോ? ഇത് വലിയ പൊതുശല്യമായി മാറിയല്ലോ. ഒരിക്കൽ കിച്ചുവിന്റെ ലൈഫ് തൊലച്ച്, ഇപ്പൊ ഇനി അടുത്ത് വളർന്നു വരുന്നവർക്കും കൂടി മെസ്സേജ് കൊടുക്കുകയാണ്. നിനക്കൊക്കെ എന്ത് തേങ്ങ? നിന്നെയൊക്കെ കാണുന്ന ഒരുപാട് കുട്ടികൾ അടക്കമുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയാസ് നിന്റെയൊക്കെ ബൈറ്റ് എടുത്തെടുത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് മൊത്തം നീ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് വീണ്ടും വന്നിട്ട് കണ കുണാന്ന് ഇങ്ങനെ തള്ളി വിടാൻ എന്തുവായത്? നീ കഴിക്കണമെങ്കിൽ നീ കഴിയടേ, നീ അടിക്കണേ അടിച്ച് തൊലഞ്ഞു പോവും. അത് ആർക്ക് ചെയ്താൽ, പക്ഷെ അത് വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തോ ഒരു അഭിമാനം പോലെ പറയുന്നത് ഒട്ടും ഓക്കെ അല്ല. അടിക്കുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് പേര് അടിക്കുന്നവരുണ്ട്. എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ അടിക്കുന്നവരൊക്കെ കാണും എന്ന് വെച്ചിട്ട് അതെല്ലാവരും വന്നിട്ട് എന്തോ അഭിമാനത്തോടെ അങ്ങ് പറയേണ്ട ഒരു കാര്യമല്ല. അതാദ്യം മനസ്സിലാക്കുക. എന്തുവാ ഇത്? എടാ, നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് നല്ലതായിരിക്കട്ടെ. ഞാൻ ഈ ലോകം കണ്ട നന്മവരോ നല്ലവനോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പബ്ലിക്കിലോട്ട് കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള കാര്യങ്ങളായിരിക്കണം. മനസ്സിലായി? നമ്മൾ എന്തെങ്കിലും പറയുന്ന കാര്യം കൊണ്ട് മറ്റൊരാൾ അതുപോലെ ചിന്തിച്ച് വഴിതെറ്റി പോകുന്ന രീതിയിലുള്ള സാധനം നമ്മൾ കൊടുക്കരുത്. നീ അടിക്കാതിരിക്കുക കേട്ട് അത് നിന്റെ പേഴ്സണൽ കാര്യം. നീ എന്തിനാണ് നാട്ടുകാരത്തെ വിളിച്ച് പറയുന്നത് ഞാൻ അടിക്കും, മാജിക് മൊമെന്റ് അടിക്കും, ഞാൻ വോഡ്ക അടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം എന്തിനാണ് നീ ഉണ്ടാക്കുന്നത്? കുറച്ചൊക്കെ ബോധം വേണ്ട മനുഷ്യനായ. മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കൂ. ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു തുള്ളി മദ്യം കഴിക്കും. സ്മിർനോഫ് 5 തവണ, പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫ്. ഓക്കെ, അടിച്ച് കൂഞ്ഞാണ് നടക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് നിന്റെ അവസ്ഥ. നിന്നെ പറഞ്ഞ് നന്നാക്കിയാലും നിനക്ക് തലയ്ക്കകത്ത് തീട്ടമാണ് നിറച്ചു വെച്ചിരിക്കുന്നത് തോന്നുന്നു. നിനക്ക് ഒരു ബോധം ഓരോ പൊക്കടോ ഇല്ല. ഒരു വല്ലാത്തൊരു ജാതിയാണ് നീ. റൂമിൽ കിട്ടും. റൂമിൽ ഞാൻ പറയാം സ്മിർനോഫ് 5 തവണ, പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫ്. ഓക്കെ, ഹാപ്പി ആണെങ്കിലേ ഞാൻ കഴിക്കും. ഹാപ്പി ആണെങ്കിൽ ആ സങ്കടമാണ്. നീ എന്തേലും ചെയ്തു തൊല, ആർക്ക് ചേതം. എടേ രേണു, ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയുക, ഇമാതിരി തീട്ട കേസുകൾ വന്നിട്ട് പറയരുത്. ഇത് നല്ലൊരു കാര്യമല്ല, നല്ലൊരു മെസ്സേജ് അല്ല കൊടുക്കുന്നത്. നിനക്ക് മറ്റേ കള്ളുചാപ്പിൽ കടന്ന് കള്ളു കുളിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം നിനക്ക് ഒരു ഇഷ്യൂ വന്നതാണ്. ഇപ്പൊ അടുത്തതാ വീണ്ടും ഇതെന്തുവാ ഇത് കാണിക്കുന്നത്? മദ്യത്തെ വീണ്ടും നീ പ്രൊമോട്ട് ചെയ്യണം. നീ സ്പ്രിൻ-ഓഫ് അടിക്കുന്നു, മാജിക് മൊമെന്റ് അടിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് നീ പ്രൊമോട്ട് ചെയ്യാണ്. ഒരിക്കലും മദ്യത്തിന് ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്, ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യല്ലേ. എന്തിനാണ് നീ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അഭിമാനത്തോടെ വന്നിട്ട് പബ്ലിക്കിൽ പറയേണ്ട ഒരു കാര്യമില്ല. അതിന്റെ പേഴ്സണൽ ഫേസിൽ നീ എന്നാ ഗിരവത്തോ ചെയ്യുക, അതാരും ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കിൽ ഇതിങ്ങനെ എന്തോ വലിയ അഭിമാനം പോലെ പറയുമ്പോൾ അത് ഒട്ടും ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല. അതാദ്യം ബേസിക്കലി നീ മനസ്സിലാക്കണം. ഞാൻ സീരിയസ് ആയിട്ടാണ് ഈ ടോപ്പിക് സംസാരിക്കുന്നത്. കുട്ടികളടക്കം അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ, ആൾക്കാരൊക്കെ കാണുന്നതാണ്. ആ സമയത്ത് നീ ഇത് എന്തോ വലിയ അഭിമാനത്തോടാണ് ഈ മദ്യം ഉപയോഗിക്കുന്നത് കാണുന്നതെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. മനസ്സിലായ? നല്ലൊരു കാര്യമേ അല്ല. മദ്യം ഉപയോഗിക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ നമ്മൾ അഭിമാനത്തോട് ഒന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പറയില്ല. അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സീരിയസ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത്. നീ എന്ത് തേങ്ങയും ചെയ്തു. ചില ആളുകൾ മദ്യം കഴിക്കുന്നത് മൈൻഡ് ഔട്ട് മാറാനാണ്. നീ ക്ലാസ് എടുക്കണ്ടേ? പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാണാറുള്ളത് കണച്ച് എന്തെങ്കിലും കഴിക്കുന്നത്, കഴിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഹാപ്പി അവനെ ആരും എടുക്കരുത്. അയ്യാ, പറ്റിയ പണി. എന്റെ മാനേജർ വിളിക്കും. അയ്യാ, പൊട്ടി എഴുന്നു മതിയായിരുന്നു. എന്തുവാടാ ഇത്? അവനെ ആരും എടുക്കരുത്. എനിക്ക് ചിരി പറഞ്ഞു സീരിയസ്ലി ഇവളെ ഇപ്പൊ കാണുമ്പോ. ഞാൻ ഇറങ്ങുവാണ്. പെടാപ്പാട് പെടാൻ. അയ്യ, കൂട്ടുനസ് വല്ലാത്തൊരു സാധനം തന്നെ. അയ്യോ, ഇതൊക്കെ വേറെ റീലുകളാ.
വല്ലാത്തൊരു സംഭവം തന്നെ രേണു. നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ, இந்த ഉലകത്തിൽ വേറെ യാർമേ കിടയാതെ. സീരിയസ്ലി മദ്യത്തിന്റെ കേസ് എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. ഇമാതിരി കോപ്രായങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയരുത്. ഇത് പ്രൊമോട്ട് ചെയ്ത് വിടാൻ എന്തോ നല്ല കാര്യമൊന്നും അല്ല നീ ചെയ്യുന്നത്. നീ മൊത്തം ഒരു അപരാധമായി മാറുന്നുണ്ടല്ലോ, നീ പൊതുശല്യമാവുന്നുണ്ടല്ലോ രേണു. ഇതെന്താ ഇത്? എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പൊതുശല്യമായി മാറരുത്. ഞാൻ സീരിയസ് ആയിട്ടാണ് കാര്യം പറഞ്ഞത്. എനിക്ക് ഉറക്കമില്ല, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ടയർഡായിട്ടിരിക്കുന്നത്. ഉറക്കമൊന്നും സാധനമല്ല, ഞാൻ കിളി പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയാണ്. മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന അത് ഇത്. ഇടയിൽ അപ്പൊ പറയും ഇവള് മാത്രമല്ലല്ലോ വേറെ കുറെ പേര് ചെയ്യുന്നുണ്ടല്ലോ. ഇടയിൽ ഇവള് ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാ. ഇവള് കൊടുക്കുന്ന ഓരോ മെസ്സേജും റോങ് ആയിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട്. ആദ്യം സ്വന്തം മോനല്ല കിച്ചുനെ അവനെ തൊലച്ചടിക്കി, അവന്റെ ജീവിതം സ്പോയിൽ ചെയ്തു, അവന്റെ കുട്ടിക്കാലം മൊത്തം തകർത്തടിക്കി. ഇപ്പൊ വന്നിട്ട് അടുത്ത് മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊടുക്കുകയാണ്. ഇവൾക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്, കേസ് എടുക്കണം, അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്ത് എന്തോ വലിയ സംഭവം പോലെ വാഴ്ത്തിപ്പാടി വിടുമ്പോൾ അത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.